ഇപ്രാവശ്യം കാസർഗോഡ് പോയപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ നാട്ടിൽ വന്ന സമയം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഓടിപ്പോയി, ഞാനും നിശയ്ക്കും. എന്നിട്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്ത് ഒരുപാട് കഥകൾ പറഞ്ഞ് കുറേ ചിരിച്ചിട്ട് 2 മണിക്കൂർ നിന്ന് കഥ പറഞ്ഞു. 2 മണിക്കൂർ കുറേ 3 മണിക്കൂർ നിന്നാൽ രാത്രി അവിടെ ആ ബേക്കറി അടിച്ചു പോകും വരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് അയാൾ ഞങ്ങളെ സഹിക്കാൻ പറ്റാണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പുറത്ത്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് അതിൽ 2 പേര് ദുബായിലേക്ക് തിരിച്ചു പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിപ്പോയത്. ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ 4 പേര് ഒന്നിച്ച് കിട്ടില്ല. ഇതിലൊരാളും കൂടിയുണ്ട്, അവൾക്ക് എന്തോ വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ആകുമ്പോൾ ഞങ്ങൾ ഹസ്ബൻഡുമാരും ഫ്രണ്ട്സ് ആവണമല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാൻ പറ്റില്ലല്ലോ. അങ്ങനെ കിട്ടിയ തക്കത്തിന് അവരും ക്ലിക്ക് കുറച്ച് ഫോട്ടോസ്. ലാസ്റ്റ് വരുന്നതിൻ്റെ തലേന്ന് ഞങ്ങളുള്ള സ്ഥലത്തേക്ക് ഓടി വന്നതാണ് ചെറിയോളെ ഹസ്ബൻഡ് റൈസോട്ട. എനിക്കുണ്ടായൊരു സന്തോഷം, നമ്മളെ ഫ്രണ്ട്സൊക്കെ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ആദ്യം കണ്ട ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളുണ്ടല്ലോ തസ്ലീമ, ഓളെ പിന്നെ വീട്ടിൽ പോയി കണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ. അതിനിടയിൽ ഐഷാസിൻ്റെ കവറിലിട്ടിട്ട് എൻ്റെ ഗിഫ്റ്റ് കൊടുത്ത് പരസ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഓളെ വീട്ടിൽ പോകുമ്പോൾ ദുബായിലുള്ള 2 ഫ്രണ്ട്സും കൂടി വീഡിയോ കോളിലുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തള്ളി അവിടെ ഒരു 3-4 മണിക്കൂർ മറിച്ച് അങ്ങനെ തൃശ്ശൂരിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ രാവിലെ, അതായത് വരുന്ന വഴിയിൽ നിന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്, അച്ചുവിൻ്റെ മെസ്സേജ് എവിടെയുള്ളതെന്ന് വെച്ചിട്ട്. ഞങ്ങൾ +2 ശേഷം കണ്ടിട്ടേ ഇല്ല. അങ്ങനെ വേഗം പോയി അച്ചുവിനെ അങ്ങോട്ട് കണ്ട് 2 ക്ലിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലിക്ക്. എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.